Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൽ പല അനിഷ്ട സംഭവങ്ങളും നടക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം പല പെയിൻഫുൾ സിറ്റുവേഷനിൽ പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പെയിൻഫുൾ ഇല്ലാത്ത, സ്ട്രഗിളിംഗ് ഇല്ലാത്ത ഒരു രാജ്യത്തിലേക്കുള്ള ജേർണിയിലാണ് നമ്മൾ ഓരോരുത്തരും ആക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ജേർണിയിൽ ഒരുപാട് ബ്ലെസ്സിങ്സ്, നന്മകൾ, ആരോഗ്യം, അസറ്റ്സ്, ഫാമിലി, ഇതൊക്കെ ലോസായ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രോഫറ്റിക് റിക്കവറി. ആമേൻ. ടു റീഗെയിൻ, അപഹരിച്ചു കൊണ്ടുപോയ സ്റ്റോളൻ ഗുഡ്സ്. ശത്രു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടും. 1 ശമൂവേൽ 30-18 പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ആമേൻ, അവൻ്റെ കുടുംബം, അവനുണ്ടായിരുന്ന സ്വത്തുക്കൾ ഒക്കെ അമാലേക്യ ശക്തികൾ തട്ടിക്കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ചെന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അവൻ്റെ കരച്ചിലിന്മേൽ ഒരു ഉത്തരം കൊടുത്തു. അവന് ദൈവം ശക്തി കൊടുത്തു, ബലം കൊടുത്തു, ശത്രുവിനെ നേരിടാനുള്ള ധൈര്യം കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം താൻ തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഒരിക്കലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. One we had, but we lost it, but God will recover. ഒരിക്കൽ നഷ്ടപ്പെട്ടിരുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു തരാൻ പോകും. നിങ്ങളുടെ ഫാമിലി റിക്കവറി, ഹെൽത്ത് റിക്കവറി, ലോസ്റ്റ് ജോബ് റിക്കവറി, ഫിനാൻസ് റിക്കവറി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു കാലങ്ങളിൽ നിങ്ങൾ പോയ സ്ട്രഗിളിംഗ് ഉണ്ട്, വേദനകളുണ്ട്. അതെല്ലാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു തന്ന് ഈ 2025 ഒരു വിക്ടറി ഇയറാക്കി, ഒരു സന്തോഷത്തിൻ്റെ വർഷമാക്കി ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. മനുഷ്യൻ പ്രശ്നങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും ലോസ് കൊണ്ടും അസമാധാനം കൊണ്ടും നട്ടോട്ടമോടുകയാണ്. എന്നാൽ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ യേശുവിൻ്റെ മുഖത്തേക്ക് നാം നോക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കൂ, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കൂ. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് ലഭ്യമാകുന്ന ഒരു സീസണിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ട ആമേൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ നഷ്ടപ്പെട്ട പോയ ആമേൻ ഫാമിലി ലൈഫ്, ഫിനാൻസ്, ഹെൽത്ത്, ജോബ്, സ്പിരിച്വൽ ലോസസ് എല്ലാം മടക്കി കൊടുക്കണമേ. ഇതൊരു അനുഗ്രഹമാക്കണം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. I love you.